രാവിലത്തെ രാത്രിയിലെയോ പലഹാരത്തിൻ്റെ കൂടെയും ഉച്ചക്കലത്തെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് കുതിർക്കാനായിട്ട് രാത്രി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കിത് കറി ഉണ്ടാക്കാം. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളമൊക്കെ മതി. അതിലേക്ക് നമുക്ക് ഒരു തക്കോലം ഇട്ട് കൊടുക്കാമേ, സ്റ്റാർ അനീസ് എന്നൊക്കെ പറയത്തില്ലേ. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട 3 മുറിച്ചത്, 2 ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അത് വളരെ കുറച്ച് മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുക്കറിന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി വേണം നമ്മളിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ സവോള എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, 3 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് തേങ്ങാക്കൊത്തും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഫുള്ള് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാമേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ പീസ് കറി എന്ന് പറയുന്നത്. ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും അപ്പത്തിൻ്റെ എല്ലാം കൂടെ നല്ല സൈഡ് ഡിഷാണ്. ഇനി നമുക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒടിച്ചിട്ട് കൊടുത്താൽ മതി. മുറിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2ആയിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് കൊടുത്തതേ ഉള്ളേ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് സവാള വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അതൊരു ടിപ്പാണേ. അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് ഇടന്ന് മൊരിഞ്ഞ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഗ്രീൻ പീസും സവോളയും പിന്നെ നമ്മുടെ ആ തേങ്ങാക്കൊത്തും എല്ലാം കിടന്ന് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ നല്ലോണം മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ കളറ് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. കാരണം മുളക് പൊടിയേക്കാളും മൂപ്പ് കൂടുതൽ മല്ലിപ്പൊടിക്കാണ്, അതുകൊണ്ടാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മതി. ആ പച്ചമുളക് നല്ല എരിവുണ്ടായിരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ഈ ഒരു കറിക്ക് ഭയങ്കര റെഡിഷ് കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു പിരിയൻ മുളക് ഏകദേശം ഒരു 3/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെന്ത് കിട്ടണം. ഗ്രീൻ പീസ് നമ്മൾ കുതിർത്തതാണെങ്കിലും അതിന് കുറച്ച് വേഗമുള്ളതാണ്. അതിങ്ങനെ നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. ആ ഒരു പരുവാവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 4 വിസിൽ കേട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഓഫാക്കിയത്. ഇനി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ചെറുതായിട്ട് വെള്ളമയമൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം. സവാള എന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഇങ്ങനെ വെന്ത് കുഴന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ഒരെണ്ണമെടുത്ത് അമർത്തി കാണിച്ചു തരാം കേട്ടോ. ഞെക്കിയപ്പോഴത്തേക്കതേ നല്ല വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നല്ല വടുകനെ അങ്ങ് അരച്ചിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു നുള്ളു പെരിഞ്ജീരകം കൂടെ ചേർത്ത് വേണം അരയ്ക്കാനേ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പെരിഞ്ജീരകം ചേർത്തപ്പം കുറച്ച് ചേർത്തത്. ഇനി ഇത് നമുക്ക് തിളയ്ക്കൊന്നും വേണ്ട, നന്നായിട്ട് പത വരുന്നവരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും, ഉപ്പ് കുറവാണ്ട് പറഞ്ഞ് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മല്ലിയിലയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ലാസ്റ്റ് താളിച്ചിടാനായിട്ട് കുഞ്ഞ കൈച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 2 3 വറ്റൽമുളക് എടുക്കാം. അതിൻ്റെ കളർ ഒരുപാട് മാറുന്നതിന് മുമ്പ് തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് താളിപ്പതിലേക്ക് ഒഴിക്കാമേ. ഈ ഒരു വറ്റൽമുളകിൻ്റെയും കൂടെ എരിവ് അതിനകത്തോട്ട് ഇറങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കറി നന്നായിട്ട് തണുത്ത് വരുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലോളൊന്ന് ഓപ്ഷനും കൂടി കിടക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.